ആയത്തുള്ള അലി ഖാംനെയുടെ പിൻഗാമി ആര് എന്ന ചോദ്യത്തിന് അറുതിയായിരിക്കുന്നു. 3 പതിറ്റാണ്ടിലധികം ഇറാനെ നയിച്ച ഖാംനെയുടെ മകൻ മുജ്തബ ഖാംനെയാണ് പുതിയ പരമോന്നത നേതാവ്. ആരാണ് മുജ്തബ ഖാംനെ? ഇറാനിൽ അയാൾക്കുള്ള സ്വാധീനം എന്താണ്? വിപ്ലവാനന്തര ഇറാനെ അതിജീവനത്തിന് പ്രാപ്തമാക്കിയ നേതൃത്വമായിരുന്നു ആയത്തുള്ള അലി ഖാംനെയുടേത്. ഖാംനെയിൽ നിന്ന് മുജ്തബയിലെത്തുമ്പോൾ അദ്ദേഹത്തിന് മൂലധനമില്ലെന്നാണ് ഏറ്റവും വലിയ വ്യത്യാസം. ഇറാൻ വിപ്ലവം നടക്കുമ്പോൾ മുജ്തബക്ക് പ്രായം വെറും 10 വയസ്സായിരുന്നു. മഹാബാദിൽ മതപഠന വിദ്യാർത്ഥിയായിരുന്നു അന്ന് മുജ്തബ. ഏതാണ്ട് 30 വയസ്സുവരെ ഇസ്ലാമിക് തിയോളജിയിൽ ഗഹനമായ പഠനം നടത്തിയിട്ടുണ്ട് മുജ്തബ. പിന്നീട് കൂമിൽ പുരോഹിതനായി. 2009 വരെയും മുജ്തബ രാഷ്ട്രീയത്തിൽ ഇടപെട്ടിരുന്നില്ല. ആ വർഷം നടന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭ കാലത്താണ് മുജ്തബയെ കുറിച്ച് ലോകമറിയുന്നത്. അക്കാലത്ത് പ്രസിഡന്റായിരുന്ന നെജാദിന് മുജ്തബയുടെ പിന്തുണയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രക്ഷോഭം അടിച്ചമർത്താൻ മുജ്തബയും പങ്കുചേർന്നുവെന്നാണ് കഥ. പ്രക്ഷോഭം ഇല്ലായ്മ ചെയ്യാൻ IRGCയുടെ അർദ്ധസൈനിക വിഭാഗത്തിന്റെ നേതൃത്വത്തെ മുജ്തബ നയിച്ചെന്നും വാർത്തകളുണ്ടായിരുന്നു. പിന്നീട് നെജാദ് തന്നെയും മുജ്തബയെ തള്ളി പറഞ്ഞെന്നും ഇരുവരും 2 പക്ഷത്തായതും മറ്റൊരു ചരിത്രം. 2024 അസംബ്ലി ഓഫ് എക്സ്പേർട്സ് പുനഃസംഘടിപ്പിച്ചപ്പോൾ തന്നെ മുജ്തബയായിരിക്കും ഖാംനെയുടെ പിൻഗാമിയെന്ന് പലരും കണക്ക് കൂട്ടിയിരുന്നു. എന്നാൽ ജീവിച്ചിരിക്കെ ഒരിക്കൽ പോലും ഖാംനെയി തന്റെ പിൻഗാമി ആര് എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. 56-കാരനായ മുജ്തബ ഖാംനെയ്ക്കൊപ്പമായിരുന്നു കുടുംബസമേതം താമസിച്ചിരുന്നത്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരിയുടെ ആദ്യ മണിക്കൂറിൽ തന്നെ ഖാംനെയുടെ കൊട്ടാരത്തിൽ മിസൈൽ പതിച്ചു. ഖാംനെയ്ക്കൊപ്പം കൊല്ലപ്പെട്ടവരിൽ മുജ്തബയുടെ ഭാര്യയും ഒരു കുട്ടിയുമുണ്ട്. ഈ സമയം മുജ്തബ കൊട്ടാരത്തിലില്ലായിരുന്നു. തലനാരിയൊക്കെ രക്ഷപ്പെട്ടാണ് മുജ്തബ ആ പദവിയിലെത്തുന്നത്. ഇത് പക്ഷേ ഇറാന്റെ ചരിത്രത്തിൽ പുതുമയുള്ള കാര്യമല്ല. ഖാംനെയി തന്നെയും ഇത്തരത്തിൽ രക്ഷപ്പെട്ട് ജീവിതത്തിലേക്ക് കടന്നു വന്നയാളാണ്. പ്രസിഡന്റ് പദവിയിലെത്തുന്നതിന് മാസങ്ങൾക്ക് മുമ്പായിരുന്നു അത്. തെഹ്റാനിലെ അബൂദർ മസ്ജിദിൽ ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കെ പള്ളിയിലുണ്ടായ വൻ സ്ഫോടനത്തിൽ അദ്ദേഹത്തിന്റെ വലതുകൈക്ക് ക്ഷതമേറ്റിരുന്നു. നിശ്ചലമായ ആ കയ്യുമായാണ് ശിഷ്ടകാലം മുഴുവൻ അദ്ദേഹം ജീവിച്ചതും ഒരു ജനതയെ മുഴുവൻ അതിജീവനത്തിന് പ്രാപ്തമാക്കിയതും. ആ ഖ്യാതിയിലേക്ക് മുജ്തബക്ക് എത്താനാകുമോ എന്നാണ് ഇറാൻ ഉറ്റുനോക്കുന്ന ചോദ്യം.